ജീവിതത്തിൽ ക്ഷമ ചോദിക്കണം, ജീവിതത്തിൽ ക്ഷമ ചോദിക്കണം. എൻ്റെ സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ദൈവം ആഴമായി ഇടപെടുമ്പോഴാണ് അവൻ്റെ മേൽ പാപബോധമുണ്ടാകുന്നത്. എൻ്റെ 33-ാമത്തെ വയസ്സിൽ ഞാൻ തുടർമാനമായി എൻ്റെ രാത്രികൾ അസ്വസ്ഥമാവുകയാണ്, രാത്രികൾ ഭയങ്കരമായി വിഷമത്തിലാവുകയാണ്. എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴോ പിശാച് എൻ്റെ മുമ്പിൽ നിന്ന് എൻ്റെ ഒരു പാപത്തെ ഉയർത്തി കാണിച്ച് എന്നോട് ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം, യേശു കർത്താവ് എരിഹോവിലെത്തി കടന്നു പോവുകയാണ്. എരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ആൾക്കൂട്ടം മുഖാന്തരം യേശുവിനെ കാണുവാൻ കഴിയാത്ത കുറിയനായ ഒരു മനുഷ്യൻ കാട്ടത്തിയുടെ മുകളിൽ ഇരുന്ന് യേശുവിനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ യേശു ആ കാട്ടത്തിയുടെ ചുവട്ടിലേക്ക് തൻ്റെ കാലടികളെ തീട്ടിത്തിരിച്ച് അവനെ പേര് വിളിച്ച് താഴെ ഇറക്കി അവൻ്റെ വീട്ടിലേക്ക് കയറിപ്പോകുമ്പോൾ സമൂഹം മുഴുവൻ വിളിച്ചു പറഞ്ഞു, പാപിയായ ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് അവൻ കയറിപ്പോകുന്നു. പക്ഷെ സക്കായി തിരിഞ്ഞു നിന്ന് യേശുവിന്റെ അടുക്കൽ ഏറ്റുപറഞ്ഞു. എന്താ ഏറ്റുപറഞ്ഞെന്നറിയാമോ? കർത്താവേ, ഞാൻ ചതിവായി വാങ്ങിയതൊക്കെ 4 മടങ്ങായി ഞാൻ തിരിച്ചു കൊടുത്തോളാം കർത്താവേ, ഞാൻ ഏറ്റുപറയുകയാണ്. പിന്നെയും ഞാൻ പറയുന്നത് എന്താകുന്നു എന്നറിയാമോ? കർത്താവേ, എന്റെ വസ്തുവകയിൽ പാതി ഞാൻ എന്ത് ചെയ്യാ? ഞാൻ ദരിദ്രർക്ക് കൊടുത്തുകൊള്ളാം. കേട്ടപാടെ യേശു എന്താ മറുപടി പറഞ്ഞെന്നറിയാമോ? ഇവൻ അബ്രഹാമിന്റെ സന്തതിയാണ്, ഇവന് രക്ഷ വരികയാണ്. ഇന്ന് രാത്രി നീ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ അബ്രഹാമിന്റെ വംശാവലിക്കകത്ത് കിടക്കുന്ന സകല അനുഗ്രഹങ്ങളോ നിന്റെ മേൽ കണക്ട് ആവുകയാണ്. അബ്രഹാമിന്റെ സന്തതിയുടെ മേൽ പറഞ്ഞിരിക്കുന്ന സകല വാഗ്ദത്തങ്ങളോ അത് നീയുമായി കണക്ട് ആവുകയാണ്. ഇന്ന് രാത്രി ഈ പന്തല് വിട്ടിട്ട് ഞങ്ങളെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിന്റെ വീട്ടിനകത്തിരുന്ന് ഇന്ന് രാത്രി സ്വർഗത്തിലേക്ക് ഹൃദയം തുറന്നൊന്ന് പറ, അപ്പാ പറ്റിപ്പോയത് എന്നോട് ക്ഷമിക്കണമേ. ഒരുപക്ഷെ സാമ്പത്തികമായിരിക്കാം, ഒരുപക്ഷെ ശാരീരികമായിരിക്കാം, ഒരുപക്ഷെ രാഷ്ട്രീയമോ സാമൂഹികമായിരിക്കാം, ഒരുപക്ഷെ ഉദ്യോഗ തലത്തിലുള്ളതായിരിക്കാം. ജീവിതത്തിൽ ക്ഷമ ചോദിക്കണം, ജീവിതത്തിൽ ക്ഷമ ചോദിക്കണം. എൻ്റെ സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ ദൈവം ആഴമായി ഇടപെടുമ്പോഴാണ് അവൻ്റെ മേൽ പാപബോധമുണ്ടാകുന്നത്. എൻ്റെ 33-ാമത്തെ വയസ്സിൽ ഞാൻ തുടർമാനമായി എൻ്റെ രാത്രികൾ അസ്വസ്ഥമാവുകയാണ്, രാത്രികൾ ഭയങ്കരമായി വിഷമത്തിലാവുകയാണ്. എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴോ പിശാച് എൻ്റെ മുമ്പിൽ നിന്ന് എൻ്റെ ഒരു പാപത്തെ ഉയർത്തി കാണിച്ച് എന്നോട് വാദിക്കുകയാണ്. എനിക്കത് വിട്ട് മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല. ഞാൻ ആകെ വിഷമിക്കുന്ന പ്രതിസന്ധിയാണ്. ഞാൻ 20-ാമത്തെ വയസ്സാവുന്നതിന് മുമ്പേ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയതാണ്. ഏതാണ്ട് 13 വർഷം കഴിഞ്ഞ് ശുശ്രൂഷയിൽ ഇപ്പോൾ എന്നെ രാത്രിയുടെ യാമങ്ങളിൽ ഇട്ട് അലട്ടുകയാണ്. എന്താണ് പ്രശ്നമെന്നറിയാമോ? 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ഒരുത്തനെ അടിച്ചു. ഇപ്പോൾ അതെൻ്റെ മനസ്സിൽ കിടന്ന് ഭയങ്കര വ്യാകുലതയാണ്. അവൻ എവിടെയാണെന്നോ അവൻ്റെ പേരിന് ഒന്നും എനിക്കറിയില്ല. എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച വേറെ ഒരു കൂട്ടുകാരൻ്റെ വീട് എനിക്കൊരു കുഞ്ഞ് ഓർമ്മയുണ്ട്. 6-ാം ക്ലാസ് അല്ലേ. ഞാൻ അവൻ്റെ വീട്ടിൽ പോയിട്ട് പറഞ്ഞു, ഇന്നാരുടെ നമ്പർ എനിക്കൊന്ന് വേണോ? അവൻ ചോദിച്ചത്, ആ നമ്പർ എടുത്തു തരാം. നീ ചർച്ചിൻ്റെ നീ സ്കൂളിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലൊന്നും ഇല്ലല്ലോ, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഗ്രൂപ്പിലൊന്നും ജോയിൻ ചെയ്യുന്നില്ല, എനിക്ക് അവൻ്റെ നമ്പർ മാത്രം വേണം. എന്താളിയാ പ്രശ്നമെന്ന് ചോദിച്ചോ? ഞാൻ പറഞ്ഞു, എടാ ഞാൻ ഇന്ന ക്ലാസ്സിൽ വെച്ചേ ഇന്നടത്ത് വെച്ച് അവനെ ഇടിച്ചായിരുന്നെന്ന് പറഞ്ഞ. അപ്പൊ ഇവൻ എന്നെ കേട്ടിട്ട് ഭയങ്കര ചിരി. ഇവൻ എന്നെ ചിരിച്ചിട്ട് പറഞ്ഞു, എടാ ഇങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ആരുടെടുത്തൊക്കെ പോയി ക്ഷമ ചോദിക്കണം, നീ അത് വിട്ടുകളയടാ, അതൊന്നും അവൻ ഓർമ്മ കാണത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവൻ ഓർമ്മയുണ്ടെങ്കിലും ഇല്ലേലും എനിക്ക് ക്ഷമ ചോദിക്കണം, എനിക്ക് സ്വസ്ഥത ഇല്ലെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, അത് കുഴപ്പമില്ല, ഞാൻ നമ്പർ തരാമെന്ന് പറഞ്ഞു. അവൻ പക്ഷെ എനിക്ക് നമ്പർ തന്നില്ല കേട്ടോ. അന്ന് ഏതാണ്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പറഞ്ഞ ആൾ എന്നെ വിളിച്ചപ്പോൾ ഞാനിങ്ങനെ ഒരിടത്തിരിക്കുക. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഞാനിങ്ങനെ ഫോണിൽ കൂടെ ഞാൻ അറിയാതെ ഇങ്ങനെ കൈകുപ്പി നിന്നിട്ട് പറയാ, എടാ അന്ന് ഞാൻ നിന്നെ അടിച്ചുപോയി, എന്നോട് ക്ഷമിക്കണമെന്ന്. ഇവൻ എൻ്റെ അടുക്ക പറയും, എനിക്കത് ഓർമ്മ പോലും ഇല്ലല്ലോടാ എന്ന്. എന്നിട്ട് രണ്ടാമതൊരു കാര്യം കൂടെ പറഞ്ഞു, അമേൻ, നീ ഒത്തിരി അടി കൂടിയിട്ടില്ല, അതുകൊണ്ടായിരിക്കും നിനക്കിതിങ്ങനെയൊക്കെ ഓർമ്മ വരുന്നത്. ഞങ്ങൾക്കതൊന്നും ആ കാലഘട്ടത്തിലെ ഒന്നും ഓർമ്മ പോലും ഇല്ലെന്ന്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമ്മുടെ തെറ്റ് ഒരുപക്ഷെ നമ്മളെ അടിച്ചവനോ നമ്മൾ വഴക്ക് കൂടിയവരോ പോലും ഒരുപക്ഷെ എന്ത് ചെയ്യുന്നില്ലായിരിക്കുക, അത് ഓർക്കുന്നില്ലായിരിക്കുക. പക്ഷേ പിശാച് അത് എന്ത് ചെയ്യുമെന്നറിയാമോ?
അത് നമുക്കെതിരെ വാദിക്കും. എൻ്റെ കൊച്ചു കുഞ്ഞുങ്ങളുടെ അടുക്കലൊക്കെ ഞാൻ പറയുക, എൻ്റെ മക്കളെ, നമ്മുടെ കുഞ്ഞുനാളിൽ കൗമാരത്തിൽ ടീനേജിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ അടിച്ചുപൊളി പരിപാടി എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറയും. ഞങ്ങളുടെയൊക്കെ കാലത്ത് കോളേജിൽ പറയുന്നൊരു വേടായിരുന്നു അർമാദിക്കണമെന്ന്. ഇന്നതുണ്ടോ എന്നറിയത്തില്ല. ഏട്ടാ വന്നാൽ പോയി അങ്ങ് അർമാദിക്കാമെന്ന് പറയാം, അടിച്ചു പൊളിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞുള്ള ഇതാ. പക്ഷെ അതങ്ങോട്ട് ഹിറ്റായില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ, ഈ അർമാദനത്തിൻ്റെ കാലമൊക്കെ കഴിയും കേട്ടോ. ഈ അടിച്ചുപൊളിയുടെ കാലമൊക്കെ കഴിയും. ജീവിതത്തിൻ്റെ യാത്രയിൽ നമ്മൾ ഒറ്റയ്ക്കാകും. ജീവിതത്തിൻ്റെ വഴികൾ നമ്മൾ ഏകാന്തത അനുഭവിക്കുക. അന്ന് ഈ സകല പൈശാചിക പ്രേത ഭൂത പിശാചുക്കളും കൂടെ ഇരുട്ടിനകത്ത് വന്നു നിന്ന് നമ്മളോട് പറയും, അന്ന് നീ അത് ചെയ്തത് കൊണ്ടാണ്, അന്ന് നീ ഇത് ചെയ്തത് കൊണ്ടാണ്, അന്ന് നീ അങ്ങനെ ചെയ്തത് കൊണ്ടാണ്, നീ ഗതി പിടിക്കത്തില്ലെന്ന് പറയും. ഇവൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. യോശുവയുടെ വലത്ത് ഭാഗത്ത് നിന്ന് സാത്താൻ വാദിച്ചത് മാത്രമല്ല, എൻ്റെയും നിന്റെയും വലത്ത് ഭാഗത്ത് പിശാച് വന്ന് നിൽക്കും. നീ ബസ്സിന് കല്ലെറിച്ചവനല്ലേ, നീ കോളേജിന്റെ ഗ്ലാസ് തല്ലി പൊട്ടിച്ചവനല്ലേ, നീ പ്രിൻസിപ്പാളിനെ ഖരോവ ചെയ്തവനല്ലേ, നീ ക്ലാസ്സിൽ വന്ന ടീച്ചറിനെ കളിയാക്കിയവനല്ലേ, നീ ക്ലാസ് കട്ട് ചെയ്ത് നടന്നവനല്ലേ, നീ ഗതി പിടിക്കത്തില്ല, നീ അപ്പൻ്റെ പോക്കറ്റിൽ നിന്ന് കാശ് മോട്ടിച്ചവനല്ലേ, നീ അമ്മയെ പള്ളു പറഞ്ഞവനല്ലേ, നീ ഗതി പിടിക്കത്തില്ല കേട്ടോ. പിശാച് ഇങ്ങനെ ജീവിതത്തിൽ ഇപ്പൊ പിശാച് പറയും ചെയ്തോ എന്ന് പറയും. തോണ്ടറ അപ്പൻ്റെ പോക്കറ്റിൽ ഇഷ്ടം പോലെ കാശിരിപ്പുണ്ട്, എടുത്തോളാൻ പറയും. പക്ഷേ പിന്നീട് 10 വർഷം കഴിഞ്ഞിട്ട് ഇതേ കള്ളസാത്താൻ വന്നിട്ട് പറയും, നീ അന്ന് അപ്പൻ്റെ പോക്കറ്റിൽ നിന്ന് കാശ് എടുത്തില്ലേ, നീ കള്ളനാടാ, നീ ഗതി പിടിക്കത്തില്ലെന്ന്. കണ്ടോ, ഒരേ സാത്താൻ 2 മുഖം നമ്മളോട് കാണിക്കും. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, എൻ്റെ കുഞ്ഞുങ്ങളെ, ജീവിതത്തിന്റെ ഏകാന്തതയുടെ വഴിത്താര തുറക്കുന്നതിന് മുമ്പേ, ജീവിതത്തിന്റെ ഒറ്റപ്പെടലിന്റെ രാത്രികൾ വരുന്നതിന് മുന്നമേ, ദുർദിവസങ്ങൾ വരുന്നതിന് മുന്നമേ, കഷ്ടരാത്രികൾ വരുന്നതിന് മുന്നമേ, വ്യർത്ഥമാസങ്ങൾ വരുന്നതിന് മുന്നമേ ജീവിതത്തിൽ മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെടുന്നതിന് ആദ്യമായി പാപങ്ങളെ കുറിച്ച് ബോധ്യമുണ്ടാകണം. 2, ആ പാപങ്ങളെ കുറിച്ച് സങ്കടമുണ്ടാകണം. 3, ഈ പാപങ്ങളെ കുറിച്ച് നമുക്ക് എന്തുണ്ടാകണമെന്നറിയാമോ? ഏറ്റുപറച്ചിലുണ്ടാകണം. ഏറ്റുപറയുന്നതോടുകൂടി എല്ലാ പ്രശ്നവും തീരുമെന്ന് കരുതരുത് കേട്ടോ. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ആരാധിച്ചുകൊണ്ടിരുന്ന സഭയിൽ ഒരു വീട്ടിൽ പ്രാർത്ഥന വെച്ചു. ആ വീട്ടിൽ പ്രാർത്ഥന വെച്ചിട്ട് എല്ലാവർക്കും ഫുഡ് കൊടുത്തു. ഫുഡൊക്കെ ഉണ്ട്, ഭയങ്കര ഫുഡാണ്, ഭയങ്കര പ്രാർത്ഥനയാണ്. എന്നിട്ട് നമ്മുടെ വീട്ടു പ്രാർത്ഥനയ്ക്കൊക്കെ ആ വീട്ടിൽ അച്ചായന് സാക്ഷി പറയാനൊരു അവസരം കൊടുക്കുമല്ലോ. ഭയങ്കര ബംഗ്ലാവാണ്, വലിയ കാറാണ്, എല്ലാം ഉണ്ട്. എന്നിട്ട് അച്ചായനെ സാക്ഷിക്ക് കൊടുത്തപ്പം കരഞ്ഞോണ്ട് സാക്ഷി പറയാം, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ സൗദിയിലായിരുന്ന കാലത്ത് ഒത്തിരി കള്ളത്തരം കാണിച്ചിട്ടുണ്ട്. എൻ്റെ സമ്പത്തിലേറിയ ഭാഗവും ഞാൻ ആവിധമായിട്ടുള്ള വിധത്തിൽ സമ്പാദിച്ചതാണ്. അതിൻ്റെ ഒരു കുറ്റബോധം എന്നിൽ കുറെ നാളുകളായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരെയും വിളിച്ചൊരു പ്രാർത്ഥന നടത്തി. ആമേൻ. എല്ലാവർക്കും ചോറ് കൊടുത്തതെന്ന്. പാപം പോവോ? അതുകൊണ്ട് ആ സദൃശവാക്ക് ഞാനിങ്ങനെ വണ്ടറടിച്ചു. ഞാൻ വീട്ടിൽ വന്നിട്ട് ചോദിച്ചു, ഇതെന്തോ ഇന്നത്തെ നടന്ന പരിപാടി? അവിടെ ഇരുന്ന പാസ്റ്ററും കൈയടിച്ചു, ആമേൻ എന്ന് പറഞ്ഞു, ഹല്ലേലൂയ എന്ന് പറഞ്ഞു. പക്ഷെ നാളുകൾ ഏറെ കഴിഞ്ഞപ്പോൾ അന്നത്തെ പ്രാർത്ഥനയുടെ ബിരിയാണി കാശ് പോയതല്ലാതെ പാപം പോയില്ല എന്ന് പിന്നീട് ചരിത്രം ആ കുടുംബത്തിൽ വെളിപ്പെടുത്തി തന്നു. എൻ്റെ സഹോദരങ്ങളെ, സൗദിയിൽ അറബിയെ മോട്ടിച്ചിട്ട് വീട്ടിൽ വന്ന് വിശ്വാസികൾക്ക് ചോറ് കൊടുത്താൽ പാപം തീരുവോ? ഇല്ല. അതുകൊണ്ട് ആ സദൃശവാക്യങ്ങളുടെ പുസ്തകം 28-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ പറഞ്ഞു, തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. എന്നിട്ട് അടുത്ത ഭാഗം എന്താ പറയുന്നതെന്നറിയാമോ? അവയെ ഏറ്റുപറയുന്നവനെന്നല്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. അപ്പൊ ആർക്കാ കരുണ ലഭിക്കുന്നത്? ആമേൻ. ഏറ്റുപറയുന്നവനോട് ദൈവം വിശ്വസ്തത കാണിക്കും. പക്ഷെ ഉപേക്ഷിക്കുന്നവനോട് ദൈവം എന്ത് ചെയ്യും? കരുണ ലഭിക്കും, കരുണ ലഭിക്കും, കരുണ ലഭിക്കും. നമ്മുടെ മുഖ്യമന്ത്രി ചില നാളുകൾക്ക് മുമ്പ് പറഞ്ഞതുപോലെ മടിയിൽ ഖനമില്ല. മടിയിൽ ഖനമുണ്ടോ? മടിയിൽ ഖനം വെച്ചിട്ട് എത്ര ഏറ്റുപറഞ്ഞാലും ആമേൻ, മനുഷ്യന്റെ മുൻപാകെ നമുക്കൊരു പക്ഷെ നീതീകരിക്കപ്പെടാം. മനുഷ്യന് പക്ഷേ മാനസാന്തരം അന്യപ്പെട്ടു പോകും. ഇന്ന് രാത്രി മാനസാന്തരത്തിന്റെ 4ാമത്തെ പടി എന്ന് പറയുന്നത് ഉപേക്ഷണമാണ്. അപ്പോൾ എന്തൊക്കെ ഉപേക്ഷിക്കണം? ആമേൻ. അനധികൃതമായി നമ്മളുടെ കയ്യിലുള്ളതെല്ലാം ഉപേക്ഷിക്കണം. അത് ചിലപ്പോൾ ചില ബന്ധങ്ങളായിരിക്കും, അത് ചിലപ്പോൾ ചില ശീലങ്ങളായിരിക്കും, അത് ചിലപ്പോൾ ചില വസ്തുക്കളായിരിക്കും, അത് ചിലപ്പോൾ ചില സ്വഭാവങ്ങളായിരിക്കും. എന്തുമായിരിക്കട്ടെ, അത് ഉപേക്ഷിക്കണം.
എല്ലാ ദിവസവും അടിച്ചിട്ട് ദൈവമേ എൻ്റെ ബലഹീനതയിൽ അങ്ങ് അടിക്കുന്നതാണ്, ക്ഷമിക്കണേ എന്ന് പറഞ്ഞാൽ ആമേ കിക്ക് വിടുന്ന ഉടനെ പിന്നെയും നീ അത് തന്നെ ചെയ്യും. പക്ഷേ ആമേൻ, ഹൃദയം തുറന്ന് ദൈവസന്നിധിയിൽ ദൈവത്തിന് മുൻപാകെ പറയണം, എന്തു സംഭവിച്ചാലും ഞാൻ ഇനി ഇത് തൊടത്തില്ല. ജീവിതത്തിൽ ഒരുപക്ഷെ മാനുഷിക തീരുമാനം കൊണ്ടത് സാധിക്കത്തില്ല. അവിടെയാണ് ദൈവത്തിന്റെ കൃപ, അവിടെയാണ് ദൈവത്തിന്റെ കൃപ. അതാണ് ഞാൻ മുൻപേ പറഞ്ഞത്, മാനസാന്തരപ്പെടുവാൻ തക്കവണ്ണമുള്ള മനോഭാരം നിന്നിലുണ്ടെങ്കിൽ, ദുഃഖം നിന്നിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദൈവം എന്ത് ചെയ്യും? മാനസാന്തരം നൽകുക തന്നെ ചെയ്യും. അപ്പൊ ഉപേക്ഷിക്കുന്നവന് ദൈവം കരുണ കാണിക്കും. അപ്പൊ മാനസാന്തരത്തിന്റെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവൻ എന്ത് ചെയ്യണം? മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 11-ാം വാക്യത്തിൽ പറയുകയാണ്, ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായിട്ട് വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നു. അപ്പം മാനസാന്തരത്തിന് വേണ്ടി അവൻ എന്ത് ചെയ്യണം? വെള്ളത്തിൽ സ്നാനമേൽക്കണം. മാനസാന്തരപ്പെടണമെന്ന് ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്നവൻ അവൻ എന്ത് ചെയ്യണം? അവൻ വെള്ളത്തിൽ സ്നാനമേൽക്കണം.